അതാണ് അള്ളാഹ് പറഞ്ഞത് ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദ. ഇതിൻ്റെ ബാക്കിയാണത് മഞ്ഞും അതയും. ഈ തോന്നലുണ്ടാകുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ മഞ്ഞും അതയും ഉണ്ടാകും. മഞ്ഞത എടുത്തു പറയാം, ചെയ്ത സംഗതി എടുത്തു പറയാം. എടാ എനിക്ക് മറ്റേ പ്രശ്നം ഇപ്പം ഞാനുണ്ടായിരുന്നുള്ളൂ, ഇപ്പം എനിക്ക് എന്നെ കാണുന്നില്ലേ, അതാണ് മഞ്ഞ്. അതാണ് അതിൻ്റെ പേരിലുള്ള ബുദ്ധിമുട്ടുകൾ, പീഡനങ്ങൾ, ചൂഷണങ്ങൾ. നമ്മളെ സഹായിക്കുക, പിന്നെ നമ്മൾ പറഞ്ഞൊക്കെ കേട്ടോളണം, നമ്മൾ വിളിച്ചു കൊടുത്തൊക്കെ വന്നോളണം, നമ്മൾ വിളിച്ചു പോകുമ്പോൾ എന്തിനാ എന്താണ് നമ്മൾ വിളിച്ചു പോകാൻ വരാൻ വയ്യ, ഒരു പ്രശ്നം വന്നപ്പോൾ ഞാനുണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ അതയാണ്. ഈ മഞ്ഞ് കൊണ്ടും മത കൊണ്ടും നിങ്ങളുടെ സ്വതക്കളെ നിങ്ങൾ ബാത്തിലാക്കരുത് എന്നാണ് അള്ളാഹു തആല അവിടെ പഠിപ്പിച്ചത്. ചിന്ത വന്നുകൊണ്ട് മാത്രം ബാത്തിലാവില്ല. അത് മനുഷ്യന് ചിലപ്പോൾ നിയന്ത്രിക്കാൻ പറ്റിയതായിക്കോളുന്നില്ല. പക്ഷെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കി പ്രവർത്തിക്കാൻ പാടില്ല. അതൊന്നും വേണ്ട. ചിന്ത വന്നാൽ ചിലപ്പോൾ കൂലിയെ ബാധിച്ചുകൂടായില്ല, പക്ഷെ ബാത്തിലായി പോകുന്നില്ല. അത് വെച്ചുകൊണ്ടാണ് അടുത്ത ബാക്കി നീക്കങ്ങളെങ്കിൽ അത് അതോടെ പോകും. അല്ല ഉദാഹരണം പറഞ്ഞത് ഇസ്തിഗ്ഫാർ ചില പ്രത്യേകം പറഞ്ഞിട്ട് അറിയില്ല, ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്താണെങ്കിലും അപ്പം നിയ്യത്ത് എന്നുള്ളത് പ്രധാനം തന്നെയാണ്. കൽബിനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ചെറിയ പണിയില്ല. കൽബ് അതാണ് മുക്കല്ലിബിലെ കുലൂബ് എന്ന്. കൽബ് ദീനത്തിൽ തെറ്റിപ്പോലെ മാത്രമല്ല, കൽബ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുന്നത് അതോടെ. അപ്പം കൽബിനെ സംരക്ഷിക്കുക എന്നുള്ളത് ഭയങ്കരമായ പണിയാണ്. നമ്മൾ എത്ര ഇഖ്ലാസോടെ ചെയ്താലും പിന്നെങ്കിലും ഒരു പക്ഷേ ശൈത്താൻ പിന്നാലെ കൂടും. ചെയ്യുമ്പോൾ നമ്മളെ പിടിക്കാൻ കിട്ടിയില്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ ബാക്കി കൂടും. അങ്ങനെയെങ്കിലും ഇത് നമ്മളെ കൂലി കുറക്കാനെങ്കിലും അവനതിൽ പണിയെടുക്കും.